ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ഉണ്ടയാണ്. അതിന് വേണ്ടുന്നതാണ് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആദ്യമേ ചെമ്മീനെല്ലാം വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളവും മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്നു. ആ ചെമ്മീനാണിത്. അതെടുത്ത് ഈ എണ്ണയിലിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. ചെമ്മീൻ നന്നായി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കോരി വേറൊരു പാത്രത്തിലേക്ക് വെക്കുക. ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അതേ എണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. അതിലേക്ക് നമ്മൾ 2 പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചതും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് നല്ലോണം എണ്ണയിൽ കിടന്ന് വഴന്നതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറുതായി അരിഞ്ഞ ഉള്ളിയാണ്. ഉള്ളി നന്നായി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ഉള്ളി, വലിയ ഉള്ളിയാണ്, 3 ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. എത്ര വഴറ്റാൻ പറ്റുമോ അത്രയും വഴറ്റിയെടുക്കുക. ചെമ്മീന് പകരം നമുക്ക് വേണമെങ്കിൽ കല്ലുമ്മക്കായ് അല്ലെങ്കിൽ ഇളമ്പക്ക ഇതെല്ലാം ഇട്ടിട്ടും ഈ ഉണ്ട ഉണ്ടാക്കാവുന്നത്. ഇപ്പം നമ്മൾ ഉപയോഗിച്ചത് ചെമ്മീൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ വേറെ നമുക്ക് എന്താ ഇഷ്ടമാണെന്ന് വെച്ചാൽ അത് ചേർത്തിട്ടും ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ നമ്മൾ ഉള്ളിയിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ആകെ നമ്മൾ ചെമ്മീൻ പുഴുങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന മഞ്ഞൾ, മുളക്, ഉപ്പ് ഇട്ടിട്ടാണല്ലോ പുഴുങ്ങുന്നത്. അതിൻ്റെ വെള്ളം ആണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അത് മാത്രമാണ് അതിൻ്റെ ടേസ്റ്റിലാണ്, ഇതിൻ്റെ ടേസ്റ്റ് ഫുള്ളായിട്ട് വരുന്ന അതിലാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് മുളക് പൊടി ആവശ്യം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആദ്യം ഞാൻ പറഞ്ഞില്ല, ചെമ്മീൻ പുഴുങ്ങിയിട്ട് എടുക്കുന്നത് ആ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതാകുമ്പോൾ നല്ല അതിൻ്റെ ഒരു ചൊയ ഇതിലേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ പൊടികളൊന്നും അധികം ചേർക്കുന്നില്ല. നമ്മൾ ആദ്യമേ ചെമ്മീൻ പുഴുങ്ങുമ്പോൾ ഉപയോഗിച്ച മഞ്ഞൾ, മുളക്, ഉപ്പ് ആ വെള്ളം തന്നെ, ആ വെള്ളമല്ലേ ഒഴിച്ചത്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി. കുറവെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ചേർക്കുക. ഇതിൽ കുറച്ച് കുറവെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർത്തിട്ടുള്ളത്. പിന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായി അതിൽ വെള്ളം പോകുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഉണ്ടയിലേക്ക് വേണ്ടുന്ന മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവിച്ചെമ്പ് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മേലെ ഉണ്ടയാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഞാനിവിടെ ഉണ്ടയാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആമീസാണ്. ആമീസിൻ്റെ പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുത്തത്. നമ്മൾ സാധാരണ അരി റൊട്ടിക്കെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ ഉപ്പും വെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കുകയായിരുന്നു. ഇതിവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ. ആമീസിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം തന്നെ ഉപയോഗിച്ചാണ് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ മാവെല്ലാം കുഴക്കുന്ന പോലെ, ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അമീസാകുമ്പോൾ വേഗമാവും. ചിലവർ പിന്നെ അരി പൊതിർത്തി അരച്ചിട്ടെല്ലാം ആക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ഈസിയാണ്. അമീസിൻ്റെ പൊടി സാധാരണ പച്ചവെള്ളവും ഉപ്പും ഉപയോഗിച്ച് നല്ലോണം കുഴച്ച് എടുക്കുക. അപ്പോൾ അരിപ്പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണയാക്കി നന്നായി ഒന്ന് പരത്തി അതിൻ്റെ ഉള്ളിലേക്ക് മസാല വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഇത് നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അധികം വെള്ളമായി പോവാതെ നോക്കണം. പിന്നെ അധികം ടൈറ്റ് ആവാതെ നോക്കണം. ഈ ഒരു പരുവത്തിലേക്കാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ നല്ല കയ്യിൽ വെച്ച് നല്ല ഉണ്ടയാക്കിയെടുത്ത് നമുക്ക് അത് പരത്തി ഞാൻ ചെയ്ത പോലെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പണ്ടം വെച്ച് കൊടുക്കുക. പണ്ടെന്ന് പറഞ്ഞുപോയി. മസാല വെച്ച് കൊടുക്കുക. അപ്പം മസാല വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആവിച്ചെമ്പിൽ ഓൾറെഡി ഞാൻ വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയിലയും വെച്ച് അതിൻ്റെ മുകളിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് ആയിക്കഴിയും. വെക്കാൻ പോവാണ്. ഓക്കെ. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്തെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതി.
കയ്യിൽ വെച്ചൊന്ന് പരത്തി ആദ്യം കയ്യിൽ കുറച്ച് എണ്ണയാക്കണേലേ പറ്റി പിടിക്കും. അതുകൊണ്ട് എണ്ണയാക്കിയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ അതിനകത്ത് അതിന് മസാലയും വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് അമർത്തി നല്ല ഉണ്ട പോലെ ആക്കി എടുക്കുക. ഇതെന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴേക്കാവും. നമുക്ക് അപ്പോൾ ആയോ എന്നുള്ളത് നോക്കാം. കാണുമ്പോൾ തന്നെ ആയ പോലെ ഉണ്ട്. ഇതൊന്ന് മുറിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള. ഒരു സ്പൂൺ വെച്ചൊന്ന് മുറിച്ച് നോക്കിയാൽ മതി. മറ്റേതാകുമ്പോൾ ഇങ്ങനെ പറ്റി പിടിക്കുന്ന പോലെ ഉണ്ടാവും. ഇത് ശരിക്കും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ട റെഡി ആയിട്ടുണ്ട്, ചെമ്മീൻ ഉണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് ഇത്. അധികം പണിയുമില്ല, പിന്നെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.